വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 1-ാം തീയതി 12-ാം മാസം ഡിസംബർ മാസം 2025 രാവിലെ 7:50 ആയിട്ടുണ്ട്. ഇത് ഡിഫറൻസ് ഉണ്ടോ? നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി സ്പോട്ടും നിഫ്റ്റി ഫ്യൂച്ചറും ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നമുക്കിനി കുറച്ച് ട്രേഡിംഗ് ദിവസങ്ങൾ ഈ മാസം ഉണ്ട്. അപ്പം ഈ കോൺട്രാക്റ്റ് തീരുമ്പോൾ രണ്ടും ഒന്നാകണമെന്നാണല്ലോ കോൺസെപ്റ്റ്. സ്പോട്ടും ഫ്യൂച്ചറും ഒന്നാകണം. അതിനൊരു ഡയറക്ഷൻ വേണം. അതിനു മുന്നേ പ്രീമിയം മെൽറ്റാകണം. ഓപ്ഷൻ സെല്ലറിൻ്റെ മാർക്കറ്റാണ്. അതായത് ഓപ്ഷൻ സെല്ലറിന് വേണ്ടിയാണ് NSE സ്ട്രാറ്റജീസൊക്കെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത്. സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ, ഷോർട്ട് സ്ട്രാങ്കിൾ, ലോങ് സ്ട്രാങ്കിൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ബട്ടർഫ്ലൈ, അയൺ കൗണ്ടർ, ഇഷ്ടംപോലെ പരിപാടികൾ നമ്മുടെ NSE സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഫ്രീ ആണ്. കാശൊന്നും കൊടുത്ത് ആരുടെയും പോയി നിൽക്കരുത്. അവർ പറയും 1 കോടി രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഓപ്ഷൻ സെല് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അതൊന്നും കേട്ടുകൊണ്ട് വിശ്വസിച്ച് പോയി നിന്നുകളയരുത്. എന്നിട്ട് 1% തരാമെന്ന് പറയും. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് വിടാം. ഇന്നും ഒരു ബാലൻസ് മോഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം വെച്ചാൽ ഡിസ്കോഡ് ഉണ്ട്, നല്ല ഡിസ്കോഡ് ഉണ്ട്. ഇത് ഇന്നലത്തെ നിഫ്റ്റിയുടെ ഫീച്ചറാണ്. 15 മിനിറ്റിൻ്റെ കണ്ടിന്യൂഷൻ ചാർട്ടാണ്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രീവിയസ് ഡേ, അതായത് ആ ദിവസത്തിൻ്റെ ഓപ്പണിന് മുകളിലും പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിലും ഓൾമോസ്റ്റ് അവിടെ ആയിട്ടാണ്, കണ്ടോ, ഇവിടെ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 27-ാം തീയതിത്തെ ക്ലോസിൻ്റെ അടുത്തായിട്ടൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതേ സമയം സ്പോട്ട് നോക്കിയേ. നിഫ്റ്റി സ്പോട്ടിൽ ഞാൻ വരച്ചിടാറുണ്ട്. സോ നിഫ്റ്റി സ്പോട്ടാണെങ്കിലോ നേരെ തിരിച്ചാണ്. അതായത് ഡേ ഓപ്പണിൻ്റെ താഴെയും 27-ാം തീയതിത്തെ ലോവിൻ്റെ താഴെയുമാണ് സ്പോട്ട് എന്നാണ്. ഇത് സ്പോട്ടിൻ്റെ ലെവൽസാണ്. സോ സ്പോട്ടും ഫീച്ചറും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും നോക്കണം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ അത് നോക്കിയാൽ മാത്രമേ നമുക്ക് ട്രേഡ് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണതൊക്കെ സ്പോട്ടും ഫീച്ചറും ബേസ് ചെയ്തിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണത്. സ്പോട്ടിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ സ്റ്റോക്കിൽ നടക്കുന്നതാണ്. സോ ഫീച്ചറിൽ നടക്കുന്നതൊക്കെ ഫീച്ചറിൽ തന്നെയാണ്. അതിൽ തന്നെ ബൈയും സെല്ലും ചെയ്യുന്നതാണ്. ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ പ്രീമിയം മെൽറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. സോ ഈ ഡിസ്കോഡ് ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. സ്ക്രിപ്റ്റ് നിഫ്റ്റി മാത്രം. നിഫ്റ്റി ഇൻഡെക്സിൻ്റെ 50-യുടെ സ്പോട്ട് ക്ലോസ് ആയിരിക്കുന്നത് 27-ാം തീയതിത്തെ ക്ലോസിന് താഴെയും ഡേ ഓപ്പണിന് താഴെയുമാണ്. ഇതാണ് ഡിസ്കോഡ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഈസി ആയിട്ട് ഓപ്ഷൻ സെല്ലറിന് ഒരു സ്ട്രാഡിൽ എടുക്കാൻ പറ്റും. രാവിലെ കയറി ഒരു സ്ട്രാഡിൽ എടുക്കാൻ പറ്റും. ആ സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ തോന്നണം, എങ്കിലും പറയാം. സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ അറ്റ് മണിയിൽ ഉള്ള സ്ട്രൈക്കിനെ കാളിനെയും പുട്ടിനെയും വിൽക്കുക എന്നുള്ളതാണ് സ്ട്രാഡിൽ. ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ പലരും ഇഷ്ടപ്പെടുന്നത് രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോഴേ ഒരു സ്ട്രാഡിൽ ചെയ്യുള്ളൂ. അപ്പോൾ 9-9:45 ആകുമ്പോൾ മാർക്കറ്റിൻ്റെ ഏകദേശം ഒരു രൂപം ഈ സ്ട്രാഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, ഓപ്ഷൻ സെല്ലറിന് അറിയാൻ പറ്റും. അവർ അറ്റ് മണിയിൽ കയറി സ്ട്രാഡിൽ ചെയ്യും. അതായത് ആ സ്ട്രൈക്കിനെ Pനെ വിൽക്കും, Cനെയും വിൽക്കും. ഇതാണ് നോർമലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. വളരെ സിമ്പിളാണ് മാർക്കറ്റ്. ഇത് മാർക്ക് ചെയ്തിടുക. ഇന്ന് നമുക്ക് 86 രൂപയാണ് അല്ലെങ്കിൽ 87 രൂപയാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ നിൽക്കുന്നത്. പക്ഷേ ആ 87 രൂപ ഏത് സൈഡിൽ കിട്ടും, ഏത് ഡയറക്ഷനിൽ കിട്ടും എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഹൈയിനെ രണ്ടുപേരും ചേർന്നെടുക്കണം. അതായത് 26,460 എന്ന് പറയുന്ന നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഹൈയിനെ എടുത്ത് അവിടെ സസ്റ്റെയിൻ ചെയ്താൽ നല്ല ഒരു 300 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്പ് മൂവ് നമുക്ക് കാണാൻ പറ്റും. 300 പോയിൻറ്റിൻ്റെ അപ്പ് മൂവ് നമുക്ക് കാണാൻ പറ്റും. അതിനെ ബ്രേക്കപ്പ് ചെയ്താൽ ആദ്യത്തെ 150-ന് ശേഷം ഒരു ബാലൻസ് മോഡ്, അതിനുശേഷം വീണ്ടും ഒരു 150. ഇതാണ് നോർമലായിട്ടുള്ള സ്ട്രാറ്റജി. മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ. താഴോട്ടാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഓപ്പൺ ആകുമെന്ന് നോക്കണം. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഇന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. ഓപ്ഷൻ ബയർ ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള ഈ വരവ്, ഇതൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈക്ക് അടുത്ത് ഓപ്പൺ ആയാലും
ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഇതൊക്കെ നോക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.